ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ദേ നമ്മൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പൊ കുട്ടി ഒരു ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പൊ അതൊക്കെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്, അതൊക്കെ പിന്നെ കാണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നമ്മൾക്ക് പുത്തമ്പള്ളി സൈഡൊക്കെ പോവാന്ന് വിചാരിച്ച് വരികയാണ് കേട്ടോ. അപ്പൊ നമ്മള് റോഡ് സൈഡിൽ നമ്മൾ ഈ പനനുങ്കാണോ പറയുന്നത്, അതൊക്കെ മേടിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിനി പുത്തമ്പള്ളിക്ക് പോവാം. അപ്പോൾ അവിടെ രാത്രി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനോട് ഒരു ദിവസം. അപ്പോൾ നമ്മൾ പുത്തമ്പള്ളിക്ക് പോവാണ് ഗൈസ്. അവിടെയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മള് തൃശ്ശൂർ റൗണ്ടിലൊക്കെ നല്ലതായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു നല്ലൊരു നൈറ്റ് വൈബ്സ് ഒക്കെ കിട്ടാനായിട്ട് പറ്റിയ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കതൊക്കെ കാണിച്ചു തരാം. സൺഡേ നൈറ്റ് വ്ളോഗ് തന്നെ പടക്കാം. അപ്പോൾ നല്ല പുത്തൻപള്ളി വ്ളോഗ്, ക്രിസ്മസ് വ്ളോഗ്. എന്താണ് ആഘോഷം? ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാറുകളും അതുപോലെ തന്നെ ലൈറ്റുകളും ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ട്രീ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനത്തെ കുറേ പീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന സ്റ്റാർ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ പുൽക്കൂട് ഒരെണ്ണം നോക്കിയായിരുന്നു. ചേട്ടന് പുൽക്കൂട് ഒരെണ്ണം നോക്കിയായിരുന്നു. നമ്മളത് ഒരെണ്ണം എടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും മേടിച്ചായിരുന്നു. പിന്നെ ഈ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും മേടിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി നമ്മള് റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്ര വലിയ റേറ്റ് കുറവൊന്നുമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഇവിടെ കയറി ഈ ഒരു പുൽക്കൂട് മേടിച്ചായിരുന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല. വലിയ ഒരു 500 സംതിങ്ങിന് എന്തോ കിട്ടിയതാണ് കേട്ടത്. പിന്നെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മൊത്തം ഒരു വരി തന്നെ, ഈ മൊത്തം ഇത് തന്നെയാണ്. ഒരു വരി എന്നല്ല, അവിടെ മൊത്തത്തിൽ അറിയാലോ. തൃശ്ശൂരുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയുണ്ടാവും. പുത്തൻപള്ളിയുടെ ആ സൈഡ് എല്ലാ വഴികളിലും ഇത് തന്നെയാണ്, ഈ കച്ചവടങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അത് കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് സാധനങ്ങൾ മേടിക്കാനായിട്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഓൾറെഡി നമ്മൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ക്രിസ്മസ് ടൈമിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ മേടിക്കാനൊക്കെ ആണെങ്കിലും അതും രസമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ചെറിയൊരു പുൽക്കൂട് മേടിച്ചു, ലൈറ്റ്സ് മേടിച്ചു, പിന്നെ ട്രീയുടെ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങണേ. അപ്പൊ അതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു. അത് തന്നെ. പിന്നെ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി ഒരു നമുക്ക് ഇത്തിരിയും കൂടി നല്ലൊരു ഭയങ്കര ഫീലുള്ള ഒരു മന്ത് കൂടിയല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മളിനി തിരിച്ചു പോയിട്ട്, അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നുള്ളൂ കേട്ടോ. പിന്നെ മൊത്തം റോഡ് ആ സൈഡില് ലൈറ്റ്സ് ഒക്കെ ഇട്ടതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോ ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒക്കെ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളോ. കാരണം നല്ല ഭംഗിയുണ്ട് രാത്രി സമയത്തൊക്കെയാണ് കാണണമെങ്കിൽ. സോ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ നമ്മള് ഇന്നത്തെ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മള് ഇവിടെ നിന്നും കുറച്ച് ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. സോ നമ്മൾ വീട്ടിൽ പോവാണ് ഗായ്സ്. ബൈ ബൈ ഗായ്സ്. എന്തോ തിരക്കിത്ര അല്ലേ, ആൾക്കാരൊക്കെ എന്തോരം സാധനങ്ങൾ കടിച്ചു കൂട്ടണം.
ഓടിക്കും. എന്റെ ലാറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഓടിക്കും. എങ്ങടെ പോണേ?